ഇവിടെ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുള്ള നല്ലൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ പ്രിപ്പറേഷനാണ്. നമ്മൾ സാധാരണയായിട്ട് തയ്യാറാക്കുന്ന ഉണ്ണിയപ്പത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്ത രീതിയിൽ തയ്യാറാക്കുന്നതാണ് ഈ ഒരു ഉണ്ണിയപ്പം. ഇപ്പം മാങ്ങയുടെ സീസണൊക്കെ തീർന്നു പോകാറാകുന്ന ആ ഒരു സമയമാണ്. നമുക്ക് മാങ്ങ വെച്ച് തന്നെ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കിയാലോ. മാങ്ങ വെച്ച് തയ്യാറാക്കുന്നതാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ആ ഒരു രീതിയിൽ തന്നെയാണ് വളരെ സ്വാദിഷ്ടമായിട്ട് മാങ്ങയുടെ ഫ്ലേവറും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വരുന്ന ഒരു രീതിയിൽ തയ്യാറാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ പ്രിപ്പറേഷനാണ്. എങ്ങനെയാണ് സ്വാദിഷ്ടമായിട്ട് മാങ്ങ വെച്ച് നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കാം എന്നൊന്ന് കണ്ടു നോക്കാം. പ്രിപ്പറേഷനിലോട്ട് പോകാം. വീഡിയോ ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതിന് ആദ്യം തന്നെ നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുത്തിട്ട് വരാം. നമ്മൾ ഒരു 1/2 കിലോ ശർക്കര ഇവിടെ എടുത്തിരിക്കുകയാണ്. ഈ ശർക്കര നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്തിട്ട് വരാം. ശർക്കര ഉരുകി വരുന്ന സമയം നമുക്ക് കുറച്ച് മാങ്ങ, അതായത് 1 കപ്പോളം, ഞാനിപ്പം ഒരു മീഡിയം സൈസ് മാങ്ങ, നാരില്ലാത്ത മാങ്ങ വേണം പ്രിഫർ ചെയ്യാനായിട്ട്, അതെടുത്തിരിക്കുകയാണ്. ഇത് നല്ലപോലെ നമുക്കൊന്ന് അരച്ച് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ നല്ലപോലെ തന്നെ മാങ്ങ നമ്മൾ അരച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാരയും നമ്മൾ നല്ലപോലെ ഇതോടെ ചേർത്ത് അരച്ചെടുക്കും. അപ്പോൾ നമ്മളിത് നല്ലപോലെ അരച്ച് കഴിഞ്ഞു. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പം നമ്മൾ ഉരുക്കിയ ശർക്കര ഇവിടെ അരിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ഒരു 1/4 കപ്പ് നമുക്ക് ഈ പാനിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പൾപ്പ്, മാംഗോ പൾപ്പ്, അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കണം. ഒരുപാട് നേരമൊന്നും വേണ്ട. ആ ഒരു ചെറിയ മാങ്ങയുടെ ആ ഒരു ഫ്ലേവറും ശർക്കരയും കൂടെ ചേർന്ന് വരുന്ന രീതിയിലൊന്ന് കുറുക്കിയെടുക്കണം. എന്നുള്ള ഉപ്പ് ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുത്തു. നല്ലപോലെ അതൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഈ ഒരു സമയം നമുക്കൊരു 1/4 ടീസ്പൂൺ ഗീ കൂടെ ചേർത്ത് ഒന്ന് വരട്ടിയെടുക്കാം. ചെറുതായിട്ട് പൊട്ടി തുടങ്ങുന്ന സമയത്താണ് ഗീ ചേർക്കാനായിട്ട്. ഇനി ഒരുപാട് നമ്മൾ വഴറ്റണമെന്നില്ല, കുറച്ചുകൂടെ ഒന്ന് കുറുക്കിയാൽ മതി. കണ്ടോ, നല്ലപോലെ പൊട്ടി വന്നു. ഈ ഒരു സമയം മതി നമുക്കിത്രയും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരുപാട് അങ്ങ് കുറുക്കിയെടുക്കണ്ട, ഈ ഒരളവൊക്കെ മതിയാവും. കണ്ടോ ഇങ്ങനെ. നമുക്ക് കുറച്ച് തേങ്ങാ കഷ്ണങ്ങളും അതുപോലെ എള്ളും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ ഗീ ചേർത്തിരിക്കുകയാണ്. ഗീ മെൽറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കതിലോട്ട് തേങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഗീ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങാ കഷ്ണങ്ങൾ പല്ല് പോലെ കട്ട് ചെയ്താണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇത് ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് പാളയംകുടം പഴം 8 എണ്ണം മിക്സിയുടെ ജാറിലോട്ട് ചേർത്തിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മാംഗോ പൾപ്പും ശർക്കരയും ചേർത്തുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 12 ഏലക്ക ചെറുതായിട്ടൊന്ന് പൊടിച്ചിരിക്കുകയാണ്. അതും കൂടെ ചേർത്ത് അതിൻ്റെ തോടോടുകൂടി തന്നെ ഒന്ന് അരച്ചെടുക്കുവാണേ. നല്ലപോലെ ഇത് അരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് മൈദമാവ് ചേർത്ത് കൊടുക്കാം. ടോട്ടൽ നമ്മൾ 3 കപ്പാണ് ചേർക്കേണ്ടത്. 1 കപ്പ് ചേർത്ത് ഇപ്പോൾ ഒന്ന് അരച്ചെടുക്കാം. അടുത്ത 1 കപ്പ് മൈദമാവും കൂടെ ചേർത്ത് അതിലോട്ട് നമുക്ക് കുറച്ച് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. 3ാമത്തെ കപ്പ് മൈദമാവും പിന്നെ നമ്മൾ 1/2 കപ്പ് പുട്ടിനുള്ള അരിപ്പൊടിയും ചേർക്കുവാണ്. ബാക്കി വരുന്ന ശർക്കരയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ ബാറ്റർ വന്ന് നല്ല തിക്കായിരിക്കുകയാണ്. ബാറ്റർ തിക്കായിരിക്കുകയാണ്. നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകി അതിൻ്റെ വെള്ളം ഞാനൊരു 1/2 കപ്പ് അതിൽ കുറച്ചുകൂടെ ചേർത്ത് ഒഴിച്ചിട്ടുണ്ട്. അത് കുറച്ച് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്കൊരു 3/4 കപ്പ് വെള്ളം ഒഴിക്കേണ്ടി വന്നു. അപ്പം അത് മിക്സിയുടെ ജാറ് അതിലിട്ട് അടിച്ചതിന് ശേഷം ഇങ്ങനെ ഒഴിക്കുന്നതാണ്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി നമ്മൾ സാധാരണ ഉണ്ണിയപ്പത്തിൻ്റെ കൺസിസ്റ്റൻസിയേക്കാളും കുറച്ചുകൂടെ ഒന്ന് ടൈറ്റായിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും അതുപോലെ എള്ളും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ചേർക്കുക. ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതിന് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗീ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാമേ. എല്ലാ
കുഴികളിലും. 2 ഉണ്ണിയപ്പക്കാരയിലായിട്ടാണ് ചുടുന്നത്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം മറിച്ചിട്ട് കൊടുക്കുകയാണ്. ആദ്യത്തെ 1-2 ബാച്ചാണെങ്കിൽ അത്ര ഒരു പോളിഷ്ഡ് ആയിരിക്കില്ല, പിന്നെ നമുക്കത് ശരിയായിക്കോളൂ. ഇത് ഗുണ്ടുമണി ഉണ്ണിയപ്പമാണേ, അതേ ഉള്ളൂ ഇതിലുള്ള ഉണ്ണിയപ്പം. ഇതും കൂടെ ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ നല്ലപോലെ തിരിച്ചിട്ട് കൊടുക്കണം. അത് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും നമ്മൾ ആദ്യം തയ്യാറാക്കുമ്പോൾ ഉണ്ണിയപ്പം അത്ര നന്നായിരിക്കത്തില്ല. കല്ലൊന്ന് മെരുക്കിയൊക്കെ എടുത്ത് വരുമ്പോൾ അത് കുറച്ച് സമയം എടുക്കും. അത് കഴിയുമ്പോൾ നല്ല പോളിഷ്ഡായിട്ട് വരും. അപ്പോൾ നമുക്കങ്ങോട്ട് മാറ്റാം. തിരിച്ചും മറിച്ചുമൊക്കെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കണം, മറന്നു പോകരുത്. ഫസ്റ്റ് ബാച്ച് ഉണ്ണിയപ്പം ഇവിടെ റെഡിയായി. നമുക്കതങ്ങോട്ട് മാറ്റാം. ഓരോ പ്രാവശ്യം ഉണ്ണിയപ്പം തയ്യാറാക്കുമ്പോൾ അതിനകത്തുള്ള ചെറിയ ഇതൊക്കെ നമ്മളെടുത്ത് മാറ്റണേ. ചെറിയ ബാലൻസ് ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് മാറ്റണം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ഉണ്ണിയപ്പമാണ്. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അങ്ങ് ചുട്ടെടുക്കാതെ. ഇവിടെ ലാസ്റ്റ് ബാച്ച് ഉണ്ണിയപ്പവും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതങ്ങോട്ട് മാറ്റാം. മാംഗോ ഉണ്ണിയപ്പം ഇവിടെ അടിപൊളിയായിട്ട് തന്നെ റെഡിയായി കഴിഞ്ഞു. കണ്ട നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. സാധാരണ ഉണ്ണിയപ്പം പോലെ തന്നെയാണ്. ടേസ്റ്റ് അസാധ്യമാണ്. അപ്പോൾ എല്ലാവരും സ്പെഷ്യൽ ഒക്കേഷൻസിന് അതുപോലെ അല്ലാത്ത സമയമൊക്കെ മാങ്ങയുടെ സീസണായി മാത്രമേ തയ്യാറാക്കാൻ പറ്റൂ. അപ്പോൾ ഈ ഒരു സമയം അതിന് ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കുക. ഓക്കെ, ബൈ.